ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ട് എടുത്തതല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ എനിക്കൊരു ഹിന്ദു ബ്രൈഡലിന്റെ വർക്ക് ഉണ്ട്. അപ്പൊ ആളുടെ വീട്ടിലാണ് ഞാൻ ആളുടെ സാരി ബോക്സ് ഫോൾഡ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്നാ അത് വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ച്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആള് ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല, എനിക്കറിയാവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ബോക്സ് ഫോൾഡ് ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ച്. എന്നാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതിന് ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഇപ്പൊ തൽക്കാലം എനിക്ക് പറ്റില്ല. അപ്പൊ എനിക്ക് ഇവിടെ ഒരു കുട്ടി ഹെൽപ്പ് ആയിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ് നമുക്ക് മുന്താണിയുടെ ഫ്ലീറ്റ് ഒന്ന് എടുക്കാം, എന്നിട്ട് അത് കറക്റ്റ് ആക്കാം. അപ്പൊ ജസ്റ്റ് റഫായിട്ട് ഒന്ന് എടുത്താൽ മതി. ആദ്യത്തെ ഈ ഒരു ഭാഗം കുറച്ച് വീതിയിൽ എടുക്കുക. അത് കഴിഞ്ഞ് ഉള്ളിൽ വരുന്നതെല്ലാം ഇതിനേക്കാൾ ചെറുതായിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് ഇപ്പൊ ഇതിനൊരു ക്ലിപ്പ് കിട്ടും. ക്ലിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ടേബിളിൽ ഈ ഭാഗം ക്ലിപ്പ് ചെയ്തിട്ട് നമുക്കത് വലിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കിപ്പോ ഇവിടെ ഒരാളുള്ളത് കൊണ്ട് ഞാൻ ആളുടെ ഹെൽപ്പായിട്ട് ചെയ്യുന്നതാണ്. പ്രസ് ചെയ്ത് വലിച്ച് പിടിച്ചാൽ മതി, കാണാൻ പറ്റും. ബാക്കി അടിയിൽ വരുന്ന ഭാഗങ്ങളെല്ലാം ഈ മേളിലത്തെ ഭാഗം അതിനെ കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ചെയ്യണം. ഇതിന്റെ മെഷർമെന്റ് എടുക്കണത് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഓൾറെഡി ആളിവിടെ ഇല്ല. അപ്പൊ മെഷർമെന്റ് എടുത്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിൻ ചെയ്യുക. ആദ്യം നമുക്ക് മേളില് പിൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് പിൻ അഴിച്ചിട്ട് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ പിടിച്ചു വലിച്ചു വെച്ചു. ഇതിന്റെ പ്ലീറ്റ്സ് നമ്മൾ മെഷർമെന്റ് എടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന വരെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് പിൻ ചെയ്ത് പോവുക. ഇവിടം വരെയാണ് നമ്മളുടെ മെഷർമെന്റിന്റെ ഇത് വന്നേക്കുന്നത്. ഇവിടം വരെ എത്തിയിട്ട് നിർത്താം. അപ്പൊ മെഷർമെന്റ് വരെയുള്ള ഇത് എത്തിയിട്ടുണ്ട്. അപ്പൊ മുന്താണിയുടെ ഭാഗം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് താഴത്തേക്കുള്ള പ്ലീറ്റ്സ് എടുക്കണുണ്ട്. അതിന്റെ മെഷർമെന്റ് ഉണ്ട്. അപ്പൊ ആ പ്ലീറ്റ്സ് റെഡിയാക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ താഴത്തേക്ക് വരുന്ന പ്ലീറ്റ്സ് വരുന്നുണ്ടാവുക. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ മെഷർമെന്റ് ഇവിടെ മുതല് ഇവിടം വരെയാണ് മെഷർമെന്റ്. അത്യാവശ്യം പ്ലീറ്റ്സ് കിട്ടുന്ന രീതിയിലാണ്. അപ്പൊ നമുക്കിനി ഈ പ്ലീറ്റ്സ് എങ്ങനെയാന്ന് നോക്കാം. ഓണാണോ? അപ്പൊ നമ്മള് ഇത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പിൻ ചെയ്യാം. പിന്നെ എനിക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും. അപ്പൊ ഞാൻ എന്റെ ഹെൽപ്പറിനെ വിളിക്കാം. ഇങ്ങനെ പിടിച്ചോട്ടോ. ഇനി നമുക്ക് ഇത് താഴേന്ന് വലിച്ചിട്ട് ഓരോ പ്ലേറ്റും റെഡിയാക്കി എടുക്കാം.
ആയോ? ഉം. കഴിഞ്ഞില്ലേ? ഇനി കറക്റ്റ് ആക്കി കൊടുക്കുക. അതിന്റെ ഇടയിൽ പിടിക്കുമ്പോ ചിലപ്പോ ചെറിയ പ്ലീറ്റ്സ് പോലെ കയറി വന്നിട്ടുണ്ടാകും. അതൊക്കെ നമ്മളൊന്ന് കൈവച്ച് ശരിയാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 പിൻ ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം ഇവിടെ നമ്മൾ അധികം സ്പ്രെഡ് ചെയ്യണ്ട, ഇതുപോലെ തന്നെ പിൻ ചെയ്യുക. പിന്നെ താഴത്തേക്ക് കുറച്ച് എത്തുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട്, താഴ്ന്ന് കുറച്ച് പോകാൻ വിട്ടിട്ട് കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ട് പിൻ ചെയ്യാം. നിക്കട്ടെ. ഇവിടെ പിൻ ചെയ്യാം. ഇനി ഇത് താഴെ ഒന്ന് പിൻ ചെയ്യാം. ഇനി ബോക്സ് ഫോൾഡ് ചെയ്യാട്ടോ. അവിടെയാണ് പാടുപെടാൻ പോകുന്നത്. നോക്കാം. അപ്പൊ നമ്മളുടെ കയ്യിൽ ഇപ്പൊ തൽക്കാലം ക്ലിപ്പ് ഇല്ലാത്തോണ്ട് ഇപ്പൊ ഞാനൊരു ക്രാബ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമ്മള് പ്ലീറ്റ്സ് എടുത്ത് വെച്ചേക്കുന്നത് അയൺ ചെയ്യാം. ഇതിപ്പോ സാധാരണ ഒരു അയൺ ബോക്സ് ആണ്. സ്റ്റീം ചെയ്തിട്ടുള്ള അയൺ ബോക്സ് ആയിരിക്കും ഇതിന് ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. ഇപ്പൊ ഞാനിവിടെ ഉള്ളത് ഇപ്പൊ ഇതാണ്. ഇത് വെച്ചിട്ട് ചെയ്യാനേ. നമ്മൾ ഇത് മെഷർമെന്റ് എടുത്ത് പിൻ ചെയ്ത് അവിടം വരെ അയൺ ചെയ്യുക. പിന്നെ കുറച്ച് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ പ്ലീറ്റ്സ് എടുക്കാനുണ്ട്. മെഷർമെന്റ് എടുത്ത അത്രയും പോർഷൻ കഴിഞ്ഞാട്ടോ. ഇനി സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കേ നമ്മളിപ്പോ ഒരു വണ്ണം ഇല്ലാത്ത ബ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്താൽ മതി. അതുപോലെ വണ്ണുള്ളവർക്കാണെങ്കിൽ മാത്രം വലുതാക്കി കൊടുത്താൽ മതി. ശരിക്കും ഈ പ്ലീറ്റ്സ് നമ്മൾ ഒന്നും ചെയ്യാതെ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം കാണാൻ പറ്റുമോ അതിനകത്ത് പ്ലീറ്റ്സ് കാണുന്നുണ്ട്. അപ്പൊ ഈ ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ കിട്ടണ്ടേ, ഇവിടെ കവർ ചെയ്ത് പോവാനായിട്ട്. അപ്പൊ ഈ പ്ലീറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനധികം സ്പ്രെഡ് ചെയ്യാതെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് താഴെ നിന്നുള്ളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പ്ലീറ്റ്സ് എടുക്കുമ്പോൾ എല്ലാം ഒരേ അളവിൽ എടുക്കാൻ ശ്രമിക്കുക.
ഈ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് നന്നായിട്ട് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് പിൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ അയൺ ചെയ്തതൊന്നും പോവൊന്നുമില്ല. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗം സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്. ഇത് അങ്ങനെ തന്നെ വെക്കുക. ഇതിന് ഇങ്ങനെ വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേണം നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് രണ്ട് പോർഷനും ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇനി ഇത്രയും ഭാഗം ഒന്ന് അയൺ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഉടുപ്പിക്കാൻ നേരത്ത് ഇപ്പൊ നമ്മള് മെഷർമെന്റ് ഇല്ലാതെ നമ്മളുടെ ഒരു കണക്കൂട്ടലിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതൊന്നും പ്രശ്നമില്ല. അപ്പൊ എല്ലാവരും സ്ട്രൈറ്റ്നർ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യണതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരില്ല. കൂടുതലും ഹിന്ദു ബ്രൈഡ്സ് ഒക്കെ ഓർണമെന്റ്സ് ഒരുപാട് ഇടുമ്പോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ മറഞ്ഞു പോകും. ഇതിന്റെ ഒന്നും ഒരു ഭംഗി കിട്ടണില്ല. ഇനി കുറച്ചുകൂടി ഇറക്കിയിട്ടിട്ട് ചെയ്യാം. വലിച്ചു നമ്മൾ ഇതുപോലെ തന്നെ ബാക്കി ചെയ്യുമ്പോഴും ഈ ഒരു പോർഷൻ അനക്കാതിരിക്കുക. ബാക്കിയുള്ളത് നമ്മൾ ഇതാക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഈ ഒരു പോർഷനും കിട്ടും, ഈ ഭാഗം കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. സ്റ്റീമർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും. ഇപ്പൊ എല്ലാവരും ആ ഒരു അയൺ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴേക്ക് എടുത്തിട്ടുള്ള പ്ലേറ്റ്സ് റെഡിയാക്കാം. അപ്പൊ നമ്മള് ഈ താഴത്തേക്കുള്ള പ്ലേറ്റ്സിന്റെ ആദ്യത്തെ ഈ ഒരു ഭാഗം കൊണ്ടുവന്ന് കാണിച്ചേക്കട്ടെ. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ പിടിച്ചിട്ട് ഒരു പിൻ ചെയ്തു. താഴെ ഇത്രയും ഭാഗം വരുമ്പോ നമ്മൾ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് താഴത്തേക്ക് മുകളിലേക്ക് പോകണ്ട, കുറച്ച് താഴെ വരുമ്പോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അയൺ ചെയ്യുക. ഇനി ബോക്സ് ഫോൾഡ് ചെയ്യാം. ബോക്സ് ഫോൾഡ് ചെയ്യാൻ നേരത്തെ ഇപ്പൊ നമുക്ക് നേരെ ഭാഗമാണ് കിടക്കുന്നത്. അത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ മറിച്ചിടുക. നേരെ തിരിച്ചിട്ടു കേട്ടോ. ഇനി ഈ ഭാഗം നമ്മൾ ഇപ്പോ ഈ ഒരു എന്താ പറയാ താഴത്തേക്കുള്ള പ്ലീറ്റ്സ് ഉണ്ടല്ലോ, ഈ പ്ലീറ്റ്സിന്റെ ഇവിടം വരെ നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ടുവന്ന് കവർ ചെയ്യാം. വീണ്ടും അതുപോലെ തന്നെ ബാക്കി ഉണ്ടെങ്കിൽ തിരിച്ചു ഇങ്ങോട്ട് മടക്കാം കേട്ടോ. ഇനി അപ്പുറത്തെ ഭാഗം ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇടുക. എന്നിട്ട് ഈ ഇത്രയും ഭാഗമില്ലേ, ഇത് ഇവിടെ പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ വിരിച്ചിടുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തേക്കും. ദെൻ നമ്മുടെ ഈ ഭാഗം
തിരിച്ചിടുക. ഈ സൈഡിലേക്ക് നീക്കിയിട്ട് ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇതല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും പിൻ ചെയ്ത് വെക്കാം. ഞാന് ആദ്യമേ പറഞ്ഞ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഇതൊന്നല്ല, എനിക്കറിയാവുന്ന രീതിയിൽ നടത്തേക്ക് കാണിച്ചു. ഇനി നാളെ ഇത് ഡ്രേപ്പ് ചെയ്യാൻ നേരത്ത് നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഡ്രേപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മേക്കപ്പിന്റെ എന്തെങ്കിലും ഇതായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.